ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ പ്രേത വീടിനെ കുറിച്ചാണ്. ഈ ഒരു വീട് അന്നത്തെ കാലത്ത് മാത്രമല്ല, ഈ കാലത്തും ഒരുപാട് പേരെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്, അതിന് പുറകിലെ കഥ എന്താണ്? വളരെ ത്രില്ലിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. USA-യിലെ കൻസാസ് സിറ്റിക്ക് അടുത്തുള്ള നഗരത്തിലെ 508 നമ്പർ വീടിന്റെ പേരാണ് സാലി ഹൗസ്. ഈ വീട് പണിതത് 1867 അന്ന് പണിയാൻ തുടങ്ങിയത് 4 വർഷം കഴിഞ്ഞ് 1871 ആ പണി പൂർത്തിയായത്. അങ്ങനെ 4 വർഷം കൊണ്ട് പണിത ഈ വീട് അമേരിക്കയിലെ ഏറ്റവും പ്രേതബാധയുള്ള വീടായി മാറുമെന്ന് അന്നാരും അറിഞ്ഞിരുന്നില്ല. അതെ, 1990 വരെയും ആ വീടൊരു സാധാരണ വീടായിരുന്നു. എന്നാൽ 90-ന് ശേഷം ആ വീടിനുള്ളിൽ വിചിത്രമായ പല സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. ആ വീട് ഒരു പ്രേതാലയമായി മാറാൻ തുടങ്ങി. അതെന്താ അങ്ങനെ? 1860 നിർമ്മിച്ച വീട് 100 വർഷം കഴിഞ്ഞ് 1990-ന് ശേഷം ഒരു പ്രേത വീടായി എങ്ങനെ മാറി? അങ്ങനെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാനായി പാരനോർമൽ ആക്ടിവിസ്റ്റ് ആ വീടിനുള്ളിലേക്ക് വന്ന് നോക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ മുൻപുണ്ടായിരുന്ന 3 ഉടമസ്ഥർ അതേ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞു. ആദ്യം മൈക്കിൾ ഹിന്നി 1872 മരിച്ചു. അടുത്ത് വില്യം ട്രൂ 1918 മരിച്ചു. അവസാനം ആഗ്നസ് ട്രൂ 1939 വളരെ വിചിത്രമായ രീതിയിൽ ഇതേ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു. ഈ വീട്ടിൽ താമസിച്ചിരുന്ന 3 ഉടമസ്ഥരും അതേ വീട്ടിൽ വെച്ച് തന്നെ വിചിത്രമായ രീതിയിൽ മരിച്ചതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ ആത്മാക്കൾ തന്നെയാണോ ഇവിടെ വിഹരിക്കുന്നത് എന്നുള്ളൊരു സംശയം ഈ പാരനോർമൽ ആക്ടിവിസ്റ്റിനുണ്ടായി. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അറിയില്ലായിരുന്നു, ഇവർ ചിന്തിക്കുന്നവരൊന്നുമല്ല, പകരം ആ വീട്ടിൽ മറ്റൊരാത്മാവുണ്ടെന്ന്. അതെ, 90-കൾക്ക് ശേഷമായിരുന്നു ആ വീടിന് ചുറ്റും താമസിച്ചിരുന്ന അയൽവാസികൾക്ക് ആ സാലി വീട്ടിൽ എന്തോ വ്യത്യസ്തത തോന്നാൻ തുടങ്ങി. ആ വീട്ടിൽ ആളില്ല എങ്കിൽ പോലും ലൈറ്റ് എല്ലാം കത്തിക്കിടക്കും. വീടിനുള്ളിൽ നിന്നും വലിയ ശബ്ദത്തോടു കൂടിയുള്ള അലർച്ച കേൾക്കും. രാത്രിയായാൽ ആ വീടിന് ചുറ്റുമുള്ള ആർക്കും തന്നെ സ്വസ്ഥമായി ഉറങ്ങാനേ സാധിച്ചില്ല. എപ്പോഴും ആ വീടിനുള്ളിൽ നിന്നും ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ, ആരൊക്കെയോ നിലവിളിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ പ്രേത വീടിനെ കുറിച്ച് അനേകം ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഡെബോറ, ഡോണി എന്ന ദമ്പതികൾ ഈ വീട്ടിലേക്ക് പുതുതായി താമസത്തിന് വരുന്നു. അവരുടെ കൂടെ ഒരു ചെറിയ കുഞ്ഞുമുണ്ടായിരുന്നു, ഒരു നവജാത ശിശു. ആ കുഞ്ഞിനോടൊപ്പം വീടിനുള്ളിലേക്ക് ആദ്യമായി കടക്കണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. അങ്ങനെ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി മാറുമെന്നും അവർ ചിന്തിച്ചു. എന്നാൽ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത പലതും നേരിടേണ്ടി വരുമെന്ന് അവർ ആ സമയം അറിഞ്ഞിരുന്നില്ല. അവർ വീട്ടിൽ പ്രവേശിച്ച ഉടനെ ആ വീട് മുഴുവനും അലങ്കരിക്കാൻ തുടങ്ങി. കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം യഥാസ്ഥലങ്ങളിലാക്കാൻ തുടങ്ങി. വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പോലും ഒരു പ്ലാൻ ഇട്ടായിരുന്നു ചെയ്തത്. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അവസാനിച്ചതും അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി തന്നെ ആ വീട്ടിൽ പോകാൻ തുടങ്ങി. സുഗമമായി തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നീങ്ങിയത്. തുടക്കത്തിൽ എല്ലാം നന്നായിരുന്നു. എന്നാൽ 1992 ഡിസംബർ മാസം 31 വരെ മാത്രമായിരുന്നു ഇതെല്ലാം. അന്ന് മുതൽ ആ വീട്ടിൽ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം നടക്കാൻ തുടങ്ങി. അന്നുവരെയും അവരുടെ വീട്ടിലെ വൈദ്യുതി സാധാരണ നിലയിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിലെ ബൾബുകളെല്ലാം മിന്നി മിന്നി കത്താൻ തുടങ്ങി, ഡിമ്മായി കത്താൻ തുടങ്ങി. ബൾബിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്നായിരുന്നു ആദ്യം കരുതിയത്. അങ്ങനെ ബൾബ് മാറ്റിയിട്ട് കൂടിയും അതേ രീതിയിൽ മങ്ങി കത്താൻ തുടങ്ങി. ഒരു പക്ഷേ ഈ പ്രദേശം മുഴുവനും ഇങ്ങനെയാണോ എന്ന് നോക്കാനായി അയൽക്കാരോട് ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ശരിയാണോ എന്ന് ചോദിച്ചു. അവരും വീട്ടിൽ എല്ലാം മികച്ചതാണെന്ന് പറഞ്ഞു. ഒരു പക്ഷെ നമ്മുടെ വീട്ടിലെ വയറിംഗ് പ്രശ്നമായിരിക്കും എന്ന് കരുതി വയറിംഗ് കണക്ഷൻ എല്ലാം മാറ്റി. ഇങ്ങനെ എന്ത് ചെയ്തിട്ടും ആ വീട്ടിൽ ഡിമ്മായി കത്തുന്ന ബൾബുകൾ ശരിയായതേയില്ല. വീണ്ടും അങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു ഭയം ഉണ്ടായി തുടങ്ങി. ഈ ഒരു ഭയം ഒരു ഭാഗത്തിരിക്കുമ്പോൾ മറുഭാഗത്ത് അതുവരെയും അവരുടെ വീടിന് മുന്നിൽ ഒരു നായ പോലും വന്നിട്ടില്ല. അങ്ങനെ വന്നാലും ആ വീടിനെ ശ്രദ്ധിക്കാതെ അങ്ങനെ പോകും. ഡിസംബർ 31-ന് ശേഷം യാദൃശികമായി ചില നായകൾ ആ വീടിന് മുൻപിലൂടെ വരുന്നു. എന്നാൽ അങ്ങനെ വന്ന നായകൾ ആ വീടിന് മുൻപിൽ തന്നെ ഇരുന്ന് ആ വീടിന്റെ ഒരു മുറിയെ മാത്രം നോക്കി നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി. ഈ ഒരു കാര്യം ഡെബോറയ്ക്കും ഡോണിക്കും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമായി മാറി. ഈ ആശങ്ക അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഡിസംബർ 31 വരെ അവരുടെ വീട്ടിൽ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരുന്ന അവരുടെ നവജാത ശിശു ഡിസംബർ 31-ന് ശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് കരയാൻ തുടങ്ങി. വീണ്ടും ഡെബോറയ്ക്കും ഡോണിക്കും ഇതൊരു ഭയം സൃഷ്ടിച്ചു. കാരണം എപ്പോഴും ആ കുഞ്ഞ് വിശക്കുകയാണെങ്കിൽ എഴുന്നേക്കും, അങ്ങനെ എഴുന്നേറ്റാൽ ഉടൻ പാല് കുടിക്കും, അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിയാൽ 2-3 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ
വീണ്ടും എഴുന്നേൽക്കുകയുള്ളൂ. അതുവരെ യാതൊരു ശല്യവും കാണില്ല. എന്നാൽ ഇപ്പോ എന്തൊക്കെ ചെയ്തിട്ടും എത്ര തന്നെ ഉറക്കാൻ ശ്രമിച്ചാലും ഓരോ മണിക്കൂർ ഇടവിട്ട് ആ കുഞ്ഞ് എഴുന്നേൽക്കുകയും കരയുകയും ചെയ്യുന്നു. ആ സമയത്ത് അവർ വലിയ രീതിയിലൊന്നും ചിന്തിച്ചില്ല. തങ്ങൾ ഇപ്പോഴാണ് ഈ വീട്ടിലേക്ക് ആദ്യമായി താമസിക്കാൻ വന്നത്, ഒരുപക്ഷെ ആരെങ്കിലും കണ്ണു വെച്ചിട്ടുണ്ടാകും എന്നൊക്കെയായിരുന്നു കരുതിയത്. അത് കാരണം ചില മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് കരുതി അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അയൽവാസികളിൽ ഒരാൾ ഒരേ ഒരു ചോദ്യം മാത്രം ഒരു ദിവസം ഡെബോറയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഡെബോറ അങ്ങനെ മരവിച്ചു പോയി. ഒരു ദിവസം ഡെബോറ അയൽവാസികളോട് സംസാരിക്കാൻ പോകുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽവാസികളിൽ ഒരാൾ, നിങ്ങളുടെ കുഞ്ഞ് ഉറങ്ങുന്ന മുറിയിൽ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യാറേ ഇല്ലേ? ഇനി കുഞ്ഞ് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉറങ്ങുകയുള്ളൂ. കാരണം ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴെല്ലാം അങ്ങോട്ടേക്ക് നോക്കും, അപ്പോഴെല്ലാം ആ മുറിയിൽ ലൈറ്റ് കത്തിക്കിടക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞിന് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഉറക്കം വരത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നതാണോ? ഇങ്ങനെ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഡെബോറ തന്നെ മരവിച്ചു പോയി. നിങ്ങൾ എന്താ പറയുന്നത്? രാത്രി മുഴുവനും വെളിച്ചം കണ്ടോ? ഞാൻ എപ്പോഴും കുഞ്ഞിനെ ഉറക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് എൻ്റെ മുറിയിലേക്ക് പോയി കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും എങ്ങനെയാണ് അവിടെ വെളിച്ചം കാണുക? ഇതിന് സാധ്യതയെ ഇല്ല എന്ന് അവൾ വളരെ ഭയത്തോടു കൂടി ഒരു മറുപടി പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രി എപ്പോഴത്തെയും പോലെ കുഞ്ഞിനെ ഉറക്കി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിന്റെ മുറി തുറന്നു നോക്കുന്നു. ആ മുറിയിൽ അപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ട് എന്താ സംഭവിക്കുന്നറിയാത്ത ഡെബോറ ടോണിയോട് ചെന്ന് കാര്യം പറഞ്ഞു. ടോണി ഇത് ശ്രദ്ധിക്കുകയും ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ആ മുറിയിൽ ചെന്ന് നോക്കി. പക്ഷെ അപ്പോൾ ലൈറ്റ് ഓഫ് തന്നെയായിരുന്നു. ചിലപ്പോൾ ഇലക്ട്രിക് മാൽഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ ബൾബും ലൈറ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം കാണിക്കുന്നത്. അത് വലിയ കാര്യമാക്കണ്ട എന്ന് ഡെബോറയെ സമാധാനപ്പെടുത്തി അവർ രണ്ടുപേരും പോയി കിടന്നുറങ്ങി. എന്നാൽ ഈ ഒരു സമാധാനം താൽക്കാലികം മാത്രമാണെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ 1993 ജൂലൈ മാസം 14 അന്നുണ്ടായ ഒരു സംഭവമാണ് അവരുടെ ജീവിതത്തെ മുഴുവനായും തലകീഴാക്കി മാറ്റിയത്. ഡെബോറയുടെ സഹോദരിയായ കാരൻ ആ വീട്ടിലേക്ക് താമസിക്കാനായി വന്നു. അവൾ വന്നപ്പോൾ 3 പേരും ഒരുമിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്നു. കുഞ്ഞിന്റെ മുറി ഫസ്റ്റ് ഫ്ലോറിലാണ്. കുഞ്ഞിന്റെ മുറിയിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. അതുപയോഗിച്ചാണ് കുഞ്ഞിനെ കളിപ്പിക്കുന്നത്. കുഞ്ഞ് ഉറങ്ങിയതിനു ശേഷം ആ കളിപ്പാട്ടങ്ങളും പാവകളും എല്ലാം എടുത്തുകൊണ്ട് ആ മുറിയുടെ ഒരു മൂലയ്ക്കായി കൊണ്ടുവയ്ക്കും. എന്നാൽ അന്നത്തെ ദിവസം നടന്ന ഒരു സംഭവം പതിവിലും വിപരീതമായിരുന്നു. 3 പേരും താഴെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടോണി, ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മുകളിൽ പോകുന്നു. കുഞ്ഞിന്റെ മുറി തുറന്നു നോക്കി. അങ്ങനെ തുറന്ന ഉടനെ ആ മുറിയിൽ കണ്ട കാഴ്ച അയാളെ ഞെട്ടിപ്പിച്ചു. എപ്പോഴും പാവകളെയെല്ലാം ആ മുറിയുടെ കോർണറിലായി കൊണ്ടുവയ്ക്കും. എന്നാൽ അന്നത്തെ ദിവസം ആ മുറി തുറന്നു നോക്കിയപ്പോൾ ആ പാവകൾ എല്ലാം വളരെ വൃത്തിയായി വട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അതും ആ മുറിക്ക് നടുവിൽ തറയിൽ വട്ടത്തിലിരിക്കുകയായിരുന്നു. ഇത് തുടക്കത്തിൽ കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. എങ്കിലും ഡെബോറയുടെ സഹോദരി കാരൻ വന്നിട്ടുണ്ടല്ലോ, അവൾ ഒരു പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് ചിന്തിച്ച് കുഞ്ഞ് ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വീണ്ടും ആ പാവകളെടുത്ത് ആ മുറിയിലെ ഒരു മൂലയിൽ വെച്ചു. വീണ്ടും താഴേക്ക് വന്ന് 3 പേരും സംസാരിച്ചു കൊണ്ടിരുന്നു. ഇപ്പൊ പെട്ടെന്ന് മുകളിലുണ്ടായിരുന്ന കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു. ഇത് കേട്ട ഡെബോറ, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി അവൾ കതക് തുറന്ന ഉടനെ ആ കുഞ്ഞിന്റെ ശബ്ദം മുഴുവനായും അവസാനിച്ചു. ഇപ്പൊ ഡെബോറയ്ക്ക് ഒന്നും മനസ്സിലായില്ല. കുഞ്ഞിന്റെ ശബ്ദമല്ലേ ഞാൻ കേട്ടത്, കരയുകയായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഇത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലോ എന്ന് കുഞ്ഞിനെ പോയി നോക്കി. കുഞ്ഞും നല്ല ഉറക്കമായിരുന്നു. ഇത് കണ്ട ഉടനെ ഒരുപക്ഷെ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതി താഴെ പോകാം എന്ന് കരുതി തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ആ മുറിക്ക് നടുവിലായി ഇതിനു മുൻപ് ടോണി കണ്ട അതേ സ്ഥലത്ത് ആ പാവകൾ അതുപോലെ വട്ടത്തിൽ ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഡെബോറയ്ക്ക് അതും വളരെ വിചിത്രമായി തോന്നി. എങ്കിലും ഇതിനു മുൻപ് ടോണി വന്നല്ലോ, ഒരുപക്ഷെ ടോണി ഇതുപോലെ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതി ആ പാവകളെല്ലാം ഡെബോറ എടുത്ത് ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചു. താഴേക്ക് വന്ന് 3 പേരും സംസാരിച്ചു കൊണ്ടിരുന്നു. അല്പസമയത്തിൽ വീണ്ടും കുഞ്ഞു കരയുന്ന ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഇത്തവണ ഡെബോറയുടെ സഹോദരി കാരൻ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് വരുന്നു. മുകളിൽ പോയി നോക്കുമ്പോൾ ഇതിനു മുൻപ് ടോണി ഡെബോറ കണ്ട അതേ കാഴ്ച തന്നെയാണ് കാരനും കണ്ടത്. മാത്രമല്ല ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ ശബ്ദം ആ കതക് തുറന്ന ഉടനെ അവസാനിച്ചു. ഇതിപ്പോ കാരനും വല്ലാത്തൊരു ഭയത്തിന് കാരണമായി. ഇപ്പൊ കാരൻ മറ്റൊന്നും ശ്രദ്ധിക്കാതെ താഴേക്ക് ഓടി വന്നു. നിങ്ങളാണോ എന്നെ കളിപ്പിക്കാൻ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത്? ഞാൻ ഭയപ്പെടാൻ വേണ്ടിയിട്ടാണോ മുകളിൽ ഇങ്ങനെ പാവകളെല്ലാം വട്ടത്തിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ച ഉടനെ ഇത് കേട്ട് ടോണിയും ഡെബോറയും ഞെട്ടി. കാരണം ടോണി ചിന്തിച്ചത് കാരൻ ആയിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന്, ഡെബോറ വിചാരിച്ചത് ടോണി ആയിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ ഇവരാരും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. ഇത്തവണ 3 പേരും ഒരുമിച്ച് മുകളിലേക്ക് പോകുന്നു. 3 പേരും ഒരുമിച്ച് ആ കതക് തുറന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവർ 3 പേരും പ്രത്യേകം കണ്ട അതേ കാഴ്ച തന്നെയാണ് ഇപ്പോ ആ മുറിക്ക് നടുവിൽ വീണ്ടും കണ്ടത്. അതേ സർക്കിൾ ഷേപ്പിൽ ആ പാവകളെല്ലാം ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഇവർക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ മാത്രമല്ല ഇവിടെ മറ്റാരോ ഉണ്ട് എന്ന്.
നായയും പുറത്തു നിന്ന് ആ മുറിയെ നോക്കി കുരയ്ക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്താലും താനെ കത്തുന്നുണ്ട്. കുഞ്ഞും ഓരോ മണിക്കൂർ ഇടവിട്ട് കരയുന്നുണ്ട്. അവിടെയുള്ള പാവകളെല്ലാം മുറിക്ക് നടുവിലായി ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മുറിയിൽ എന്തോ ഒരു അമാനുഷികത ഉണ്ട്. പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്ന് കരുതിയ അവർക്ക് ആവശ്യമായ ചില വസ്തുക്കൾ മാത്രം എടുത്തുകൊണ്ട് കുഞ്ഞിനെയും തൂക്കി ടോണിയുടെ അമ്മയുടെ വീട്ടിലേക്ക് വേഗം പോകുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് വേഗത്തിൽ ഓടുമ്പോൾ ടോണി എന്തോ പിന്തുടരുന്നത് പോലെ തോന്നി. പക്ഷെ അയാൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ആ വീട് വിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ വീട് വിട്ട് ഇറങ്ങിയിട്ടില്ല. അയാളുടെ മുതുകിൽ എന്തോ ഒന്ന് അടിച്ചതുപോലെ തോന്നി. എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന ചിന്തയിൽ തിരിഞ്ഞു നോക്കാതെ തന്നെ വളരെ വേഗത്തിൽ ഓടി. ടോണിയുടെ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ടാണ് ആ ഓട്ടം തന്നെ അവസാനിപ്പിച്ചത്. അമ്മയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മുതുകിൽ എന്തോ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. എന്താണെന്ന് അറിയാനായി വസ്ത്രം ഊരി നോക്കി. നഖം കൊണ്ടുള്ള കീറലുകൾ ഉണ്ടായിരുന്നു ആ മുതുകിൽ. വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്റെ മുതുകിൽ എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണിതെന്ന് ഇപ്പൊ ടോണിക്ക് മനസ്സിലായി. ടോണി ഇപ്പൊ ഉറപ്പിച്ചു, ആ വീടിനുള്ളിൽ എന്തോ ഉണ്ട്. അതൊന്നുകൂടെ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്നവരെ കൊണ്ടുവരണം. ആ വീട് അത്ര പണം കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങനെ വാങ്ങിയ വീടിനെ പ്രേതബാധ ഉണ്ടെന്ന് കരുതി വിട്ടിട്ട് പോകാൻ സാധിക്കില്ല. പ്രേതത്തെ ഒഴിപ്പിച്ചിട്ട് വീണ്ടും അതിനകത്ത് താമസിക്കണം. അങ്ങനെ ഒരു പ്രീസ്റ്റിനെ വിളിച്ചു. വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി ആ വീടിനുള്ളിൽ എന്തുണ്ടെന്ന് കണ്ടു തന്നെ പറയുന്നു. പ്രീസ്റ്റും വീട് മുഴുവനും പരിശോധിക്കുന്നു, നോക്കുന്നു, ഹോളി വാട്ടർ തളിക്കുന്നു. അവസാനം ടോണിയുടെ പക്കൽ വന്ന് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ തെറ്റായ ഒരു വീടാണ് വാങ്ങിയത്. ഇത് നിങ്ങളുടെ വീടല്ല. ഇത് ഒരു അശുദ്ധാത്മാവിന്റെ വീടാണ്. ആ ആത്മാവിന്റെ പേരാണ് സാലി എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, സാലിയെ ഞാനിപ്പോൾ ഇവിടെ നിന്നും അകറ്റിയിട്ടുണ്ട്. സാലിയുടെ ശല്യം ഇനി നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഈ വീട്ടിൽ നിങ്ങൾക്കിനി താമസിക്കാം. യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പ്രീസ്റ്റ് അവിടെ നിന്നും പോകുന്നു. ഇപ്പൊ പ്രീസ്റ്റ് പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ ടോണിയും ഡെബോറയും കുഞ്ഞും വീണ്ടും അതേ വീട്ടിലേക്ക് താമസം വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം പഴയതുപോലെ തുടക്കത്തിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. നന്നായി പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ടോണി പ്രീസ്റ്റിനായിരുന്നു നന്ദി പറഞ്ഞത്. ഭാഗ്യം, പ്രീസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ സമാധാനമായി ജീവിക്കുന്നത്. സത്യത്തിൽ പ്രീസ്റ്റിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് എന്ന് എപ്പോഴും പ്രീസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 1993 ഒക്ടോബർ മാസം 31 ടോണിക്ക് നല്ല ദാഹം വന്നു. ഇപ്പോൾ വെള്ളം കുടിക്കണ്ട, ഫ്രിഡ്ജിൽ ജ്യൂസ് ഉണ്ടാകും, അത് പോയി കുടിക്കാമെന്ന് ചിന്തിച്ച് അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജ് തുറന്ന് ഉള്ളിലുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു. അങ്ങനെ കുടിച്ചവസാനിച്ചിട്ട് ഫ്രിഡ്ജിന്റെ ആ ഡോർ അടച്ചു. അപ്പോൾ ടോണി കണ്ട കാഴ്ച അയാൾക്ക് വിശ്വസിക്കാനായില്ല. ആ ഫ്രിഡ്ജിന് പുറകിലായി ഒരു 11 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞ് നിന്ന് അയാളെ തുറിച്ചു നോക്കുന്നുണ്ട്. ഇത് കണ്ട ഉടനെ ടോണി പുറകിലേക്ക് നീങ്ങി. അത് സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന ആ ജ്യൂസും ഗ്ലാസും താഴെ വീണ് പൊട്ടുന്നു. പക്ഷെ ആ കുഞ്ഞ് അതേ സ്ഥലത്ത് നിന്ന് അയാളെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. കണ്ട ഉടനെ ടോണി വളരെ വേഗത്തിൽ ഓടി ഡെബോറയോട് കാര്യം പറഞ്ഞു. ഡെബോറയും ഭർത്താവിനെ കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടി വരുന്നതെന്ന് ചോദിച്ചു. ഇതിന് ടോണിയും അവൻ കണ്ട കാര്യം പറഞ്ഞു. പക്ഷെ ഡെബോറയ്ക്ക് ഇത് വിശ്വസിക്കാനായില്ല. ഈ പട്ടാപ്പകൽ ആര് വരാനാണ്? നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ടോണി പറഞ്ഞ കാര്യം കേട്ട് ഡെബോറയ്ക്ക് ചിരിയാണ് വന്നത്. ഇത് കണ്ട് ടോണിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ എന്താ വെറുതെ പറയുകയാണോ? നിനക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ആ കുഞ്ഞിനൊരു 11 വയസ്സ് തോന്നിക്കും. പക്ഷെ ആ കുഞ്ഞ് ഇപ്പോഴത്തെ പോലെയല്ല. പണ്ടത്തെ ആ ഒരു വസ്ത്രധാരണ രീതിയാണ്. മുടിയെല്ലാം പിരിച്ചിട്ട് കാണാൻ തന്നെ ഒരു ഭയാനകമായ രൂപമാണ്. ഇത് കേട്ട് ഡെബോറയ്ക്ക് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെന്ന് നോക്കാം എന്ന് കരുതി അടുക്കളയിലെ ഫ്രിഡ്ജിനടുത്തും പുറകിലും എല്ലാ സ്ഥലങ്ങളിലും നോക്കി. പക്ഷെ ടോണി പറഞ്ഞതുപോലെ അവൾക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. നേരെ ടോണിയോട് ചെന്നിട്ട്, നിങ്ങൾ അടുക്കളയിൽ പോയി ഉറങ്ങുകയായിരുന്നു, ഉറങ്ങിയ സ്വപ്നം കാണുകയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പോയി നോക്കുമ്പോൾ എനിക്ക് ഒന്നും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ടോണി ഡെബോറെ തുറിച്ചു നോക്കിയിട്ട്, എനിക്കൊരു പേപ്പറും പേനയും നീ തന്നാൽ മതി, ഞാൻ കണ്ട ആ കുഞ്ഞിന്റെ ചിത്രം നിനക്ക് വരഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പറും പേനയും എടുത്ത് അയാൾ കണ്ട ആ കുഞ്ഞിന്റെ രൂപം വരാൻ തുടങ്ങി. വരഞ്ഞവസാനിപ്പിച്ചിട്ട് അത് ഡെബോറെ കാണിച്ചിട്ട്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ഡെബോറയ്ക്കും എന്തോ ഒരു ഭയം വരാൻ തുടങ്ങി. ടോണി ഇത്രയും പറയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തോ കണ്ടിട്ടുണ്ട്. ഡെബോറയ്ക്കും ഇപ്പോൾ അത് മനസ്സിലായി. ഇനിയും നമ്മളിത് കാര്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഈ വീട്ടിൽ ഇതിന് മുൻപ് ആരൊക്കെ താമസിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം അവർ എടുക്കുന്നു. അതിൽ ആരെങ്കിലും ഇവിടെ അടുത്തായി താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് വിവരങ്ങൾ കൂടുതൽ അന്വേഷിക്കാം എന്ന് കരുതി ആ വീട്ടിൽ ഇതിനു മുൻപ് താമസിച്ചവരുടെ ലിസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്നു. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരാളെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ ഇപ്പോഴുണ്ടായിരുന്ന ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയാളും നിങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഭയത്തോടു കൂടി ചോദിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആ വീട്ടിൽ എന്തോ ഒന്നുണ്ടെന്ന്. ഇപ്പോൾ ഡെബോറയും ടോണിയും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ അയാളും അതെ, ഞങ്ങൾക്ക് ഒരു ചെറിയ മകളുണ്ട്, അവൾക്ക് ഞങ്ങൾ ഒരു ഒറ്റയ്ക്ക് മുറി കൊടുത്തു. ആ മുറി കൊടുത്തതിന് ശേഷം എന്റെ കുഞ്ഞ് എപ്പോഴും കളിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കും. അതും അവൾ ഒറ്റയ്ക്കല്ല, മറ്റാരുടെയോ കൂടെ കളിക്കുന്നത് പോലെയാണ് കേൾക്കുന്നത്. പെട്ടെന്ന് ഞാൻ കഥ തുറന്നു നോക്കും, പക്ഷെ അവൾ സൈലന്റ് ആയിരിക്കും, കൂടെ ആരും കാണില്ല. വീണ്ടും ഞാൻ കഥ കടച്ചിട്ട് വരും.
എന്നാൽ ആ സമയം മുതൽ വീണ്ടും പഴയ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ഞങ്ങൾ അവൾ സ്വയം കളിക്കുകയായിരുന്നു എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ദിവസം കഴിയുന്തോറും അവൾ ആരുടെയോ കൂടെ കളിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ശബ്ദമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ഒരു ദിവസം ദേഷ്യം വന്ന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. നിനക്കെന്താ ഭ്രാന്താണോ? ഇനി ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ തീർച്ചയായും എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുമെന്ന് ഞാൻ അവളെ ശകാരിച്ചു. പക്ഷെ എന്റെ മകൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചത്, അച്ഛൻ എന്താ പറയുന്നത്? ഞാൻ എന്താ ഒറ്റയ്ക്ക് കളിക്കുകയാണോ? ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ അല്ലേ കളിക്കുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ട്, അവളുടെ പേര് സാലി. ഞാൻ സാലിയുമായാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് ഈ ഓണർ ഡെബോറെ ഡോണി നോക്കി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ടോണിയും അയാളെ നോക്കി, സർ എന്താ പേര് പറഞ്ഞത്? അതെന്താ പേര്? ഇങ്ങനെ ചോദിച്ചു. ഇപ്പൊ അയാളും സാലി എന്നായിരുന്നു എന്റെ മകൾ പറഞ്ഞത് എന്ന്. ഇത് കേട്ടതും ടോണിയും ഡെബോറയും പരസ്പരം നോക്കി. സാലിയാണോ? ഈ സാലി എന്ന പേര് തന്നെയല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്ന പ്രീസ്റ്റും പറഞ്ഞത്? ഇതേ സാലി എന്ന പെൺകുട്ടിയുടെ കൂടെയായിരുന്നു ഈ ഓണറിന്റെ മകളും കളിച്ചത്. ഇപ്പൊ ടോണിക്കും ഡെബോറയ്ക്കും എന്ത് ചെയ്യണമെന്നേ അറിയില്ല. എന്തായാലും ടോണി ആ ഓണറോട്, സർ നിങ്ങളുടെ മകളെ എനിക്കൊന്ന് കാണാമോ എന്ന് ചോദിച്ചു. അതിന് അയാളും, എന്റെ മകളെ നിങ്ങൾക്കിപ്പോ എന്തിനു കാണണം? ടോണിയും, സർ നിങ്ങളുടെ മകൾ ആരോടോ സംസാരിച്ചിട്ടുണ്ടല്ലോ, അതേ പെൺകുട്ടിയെ ഞാൻ അതേ വീട്ടിൽ കണ്ടു. ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ വരച്ചു. ആ ചിത്രം മകളെ ഒന്ന് കാണിക്കണം, അവൾ തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം, അതിനു വേണ്ടിയാണെന്ന്. ശരിയെന്ന് പറഞ്ഞ് മകളുടെ മുറിയിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഇവർ പറഞ്ഞ ചിത്രമെടുത്ത് ആ കുഞ്ഞിന്റെ പക്കൽ കാണിച്ചു. ഇത് കണ്ട കുഞ്ഞു വളരെ ആവേശത്തോടു കൂടി ചിരിച്ചുകൊണ്ട്, ഇത് സാലിയല്ലേ, നമ്മൾ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ എന്റെ സുഹൃത്തല്ലേ, ഇവളുമായാണ് ഞാൻ എപ്പോഴും കളിക്കുന്നത്, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ നല്ല സുഹൃത്താണ് സാലി എന്ന് വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി പറഞ്ഞു. ഇത് കേട്ടതും ടോണിയും ഡെബോറയുടെ മുഖം തന്നെ മാറി. അവളുടെ അച്ഛൻ പോലും ഞെട്ടിപ്പോയി. തന്റെ മകൾ യഥാർത്ഥ പ്രേതത്തിനോടൊപ്പമാണ് ഇതുവരെയും കളിച്ചത് എന്ന് അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായി. എന്തായാലും ഇപ്പോൾ ആ വീട്ടിൽ നിന്നും മാറിയത് നന്നായി എന്ന് അവർക്കൊരു ആശ്വാസം തോന്നി. പക്ഷെ അവിടെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് ടോണിയും ഡെബോറയുമാണ്. ഇപ്പൊ ഭയപ്പെട്ട് നിൽക്കുന്ന ഈ രണ്ടുപേരെയും നോക്കി ആ ഓണർ വീണ്ടും ഒരു കാര്യം പറഞ്ഞു. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കിപ്പോ ഭയം ഉണ്ടാക്കിയേക്കാം, എന്നാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവമാണ്. ഇതുപോലൊരു സംഭവം എന്റെ മകൾക്ക് നടന്നതിന് ശേഷം ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം ഉണ്ടാകും. അങ്ങനെ വിചാരിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തീപിടുത്തം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഭയന്ന് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറാൻ കാരണം. ഒരുപക്ഷെ നിങ്ങൾക്കും ഇതുപോലൊരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിക്കാതെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് ആ കുഞ്ഞിന്റെ അച്ഛൻ ടോണി ഡെബോറയോട് പറഞ്ഞു. ഇപ്പോൾ ഇവരും ഭയന്നുകൊണ്ട് തിരികെ ആ വീട്ടിലേക്ക് വരുന്നു. അടുത്ത ദിവസം അയാൾ പറഞ്ഞതുപോലെ ആ വീട്ടിലൊരു തീപിടുത്തമുണ്ടായി. ഒരു തവണയല്ല, പല തവണ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്നു. അത് അണച്ചാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. എങ്കിലും അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ദിവസങ്ങളിലെ കടന്നു പോവുകയാണ്. ഒരു ദിവസം ടോണിയുടെ അമ്മ ആ വീട്ടിലേക്ക് വരുന്നു. കിടപ്പുമുറിയിൽ ആ അമ്മ ഇരിക്കുകയായിരുന്നു. ആ കട്ടിലിനടുത്തൊരു മേശയുണ്ട്. മേശയിൽ ഒരു ടേബിൾ ലാമ്പ് ഉണ്ട്. പെട്ടെന്ന് ആ ലാമ്പ് വായുവിൽ പറക്കുന്നത് പോലെ ആ അമ്മയ്ക്ക് തോന്നി. അങ്ങനെ പറന്ന് ചുമരിലിടിച്ച് അത് പൊട്ടിത്തെറിക്കുകയാണ്. വിളക്കും പൊട്ടി താഴെ വീഴുന്നു. ടോണിയുടെ അമ്മ ഇത് കണ്ട് ഭയന്ന് വിറച്ചു. തന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് അടുത്തൊരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാനാകില്ല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പേടിച്ചോടി. ഈ ഒരു സംഭവം വീണ്ടും ടോണി ഡെബോറയ്ക്ക് ഭയമുണ്ടാക്കി. അമ്മ വീട്ടിൽ നിന്ന് പോയ ദുഃഖത്തിൽ ടോണി അതേ മുറിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളുടെ കട്ടിലിൽ തന്റെ കൈ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ആരോ കൈ മുറുകെ പിടിച്ചതുപോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും തന്നെ ഇല്ല. ആരാണിത്, എന്റെ കൈ ഒന്ന് വിടാമോ എന്ന് നിലവിളിച്ചുകൊണ്ട് അയാൾ പറയാൻ തുടങ്ങി. കൈ അത്രയേറെ വേദനിക്കുന്നുണ്ട്. എന്തൊക്കെയോ ശ്രമിച്ചിട്ട് കൂടിയും കൈ മാറ്റാൻ സാധിച്ചില്ല. അവസാനം എന്തൊക്കെയോ ശ്രമിച്ച് ആ കൈയിലെ പിടിവിട്ടു. ഓടിച്ചെന്ന് ടോണിയും ഡെബോറയുടെ കാര്യം പറഞ്ഞു. ഡെബോറയും ടോണിയുടെ കൈ പിടിച്ചു നോക്കിയപ്പോൾ ആരോ പിടിച്ചതിന്റെ പാടുകൾ ആ കൈയിൽ അങ്ങനെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ടോണിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പോയാൽ മതിയായിരുന്നു. അക്കാര്യം ഡെബോറയോട് പറഞ്ഞു. പക്ഷെ ഡെബോറ സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് വീണ്ടും നിങ്ങളുടെ വീട്ടിൽ പോയി അവിടെ കുറച്ച് ദിവസത്തിന് ശേഷം പ്രീസ്റ്റിനെ വിളിച്ച് വീട് ശരിയാക്കി വീണ്ടും ഇതേ വീട്ടിൽ തന്നെ വരണം. എനിക്കിതിനൊന്നും താല്പര്യമില്ല. ഇപ്പൊ തന്നെ പ്രീസ്റ്റിനെ വിളിച്ച് ഇവിടെ എല്ലാം ശരിയാക്കാം, ഇവിടെ തന്നെ താമസിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ടോണിക്കും ദേഷ്യം വരുന്നു. പ്രേതം എന്റെ കൈ പിടിച്ചു എന്ന് പറയുന്നു, അതിന്റെ തെളിവും നീ കണ്ടു, എന്നിട്ട് നീ വരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നടന്ന മറ്റൊരു സംഭവം നീ അറിയണം. ഇതുവരെയും ഡെബോറയോട് പറയാത്ത ഒരു സത്യം ഇപ്പൊ പറയുന്നു. ആ ഒരു സത്യം കേട്ടതും ഡെബോറയ്ക്ക് മറ്റൊരു രീതിയിലുള്ള ഭയമായിരുന്നു സൃഷ്ടിച്ചത്. ഇത് കേട്ടതും ശരിക്കും സംഭവിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നിൽക്കണ്ട, പോയാൽ മതിയെന്ന് പറഞ്ഞ് ടോണിക്ക് മുൻപേ ആദ്യം ഇറങ്ങിയത് ഡെബോറയായിരുന്നു. അത്രത്തോളം ഭയാനകമായൊരു സംഭവമായിരുന്നു ഡെബോറയോട് ടോണി പറഞ്ഞത്. അതെ, ടോണി ആ വീട്ടിലായിരിക്കുമ്പോൾ പലപ്പോഴും അയാളുടെ ശരീരത്തിൽ ആരോ കയറുന്നത് പോലെ അയാൾക്ക് തോന്നും. അങ്ങനെ പോയിട്ട് അയാളുടെ തലച്ചോറിനെ അത് പൂർണ്ണമായും നിയന്ത്രിക്കും. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ടോണി എത്ര സന്തോഷവാനായാലും ആ സന്തോഷം പൂർണ്ണമായും നിലച്ച് അവന്റെ മാനസികാവസ്ഥയെ അങ്ങേയറ്റം സങ്കടത്തിലേക്ക് കൊണ്ടുപോകും. എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? നിന്റെ വീട്ടിലെ എല്ലാരെയും മർദ്ദിക്കാനും വേദനിപ്പിക്കാനും കൊല്ലാനും ആവശ്യപ്പെടും. നിന്റെ ഭാര്യയുടെ തൊണ്ട കടിച്ചു പറിച്ച് കള എന്നൊക്കെ പറയും.
എങ്കിലും കഴിയുന്നത്ര ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. പക്ഷെ എത്ര ദിവസം എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായും നിന്നെ കൊല്ലും. ഇത് കേട്ടപ്പോഴാണ് ഡെബോറ ഭയന്നത്. ടോണിക്ക് മുൻപ് തന്നെ ഡെബോറ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇങ്ങനെ 1994 അവസാനം ടോണി പിക്മാനും ഡെബോറയും ആ വീട് മുഴുവനായും ഒഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. എന്നാൽ ഇവരിങ്ങനെ പോയാലും ആ വീട്ടിലെ പ്രേതം ആരാണെന്ന് കണ്ടെത്തണം. അതിനാൽ പല പാരനോർമൽ അന്വേഷകർ ഇതിനോട് താല്പര്യം കാണിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. അവർ ആ വീട്ടിൽ ആരൊക്കെ താമസിച്ചു എന്നുള്ള രേഖകൾ ശേഖരിച്ചു. അങ്ങനെ എടുക്കുമ്പോൾ ആ വീട്ടിൽ സാലി എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നതായി കണ്ടെത്തി. 1995 ഇവരെല്ലാം സാലി എന്നൊരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാം പറഞ്ഞത് ആ പെൺകുട്ടിക്ക് 11 വയസ്സാണെന്നാണ്. പക്ഷെ ട്വിസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ അവർ റെക്കോർഡെല്ലാം എടുത്ത് നോക്കിയപ്പോൾ അവരുടെ വയസ്സ് 34 അതെങ്ങനെ 34 വയസ്സുള്ള ഒരു സ്ത്രീക്ക് 11 വയസ്സുള്ള കുഞ്ഞായി മാറാനും ഭയപ്പെടുത്താനും സാധിക്കുമെന്ന് പാരനോർമൽ അന്വേഷകരെല്ലാം വലിയ കുഴപ്പത്തിലായി. അന്വേഷണം ഊർജിതമാക്കി. അങ്ങനെ ആഴത്തിൽ അന്വേഷണം തുടങ്ങി. ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അവർ കണ്ടെത്തി. അതായിരുന്നു ഡീമൺ. ഈ ഡീമൺ ഒരു സാധാരണ കാര്യമല്ല. ഈ ഡീമൺ ഒരു കാര്യം ചിന്തിച്ചാൽ ആ രൂപത്തിലേക്ക് മാറാൻ സാധിക്കും. 11 വയസ്സുള്ള കുഞ്ഞായി മാറണമെങ്കിൽ അതുപോലെ തന്നെ മാറാം. 60 വയസ്സുള്ള ഒരു വൃദ്ധയായി മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറാനും സാധിക്കും. ഇപ്പോൾ ഇതാണ് സാലി എന്ന 34 വയസ്സുള്ള ഡീമൺ 11 വയസ്സുള്ള കുഞ്ഞായി മാറി ആ വീട്ടിൽ വരുന്നവരെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള സാലി ഡീമൺ ഈ വീട്ടിൽ മറ്റെവിടെയുമല്ല, ആ വീടിന്റെ ബേസ്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടെത്തി. അങ്ങനെ കണ്ടുപിടിച്ച് അതിനെ പുറത്താക്കാമെന്ന് കരുതി ആ വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ മറ്റൊരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. അവരോട് ചെന്ന് ഇക്കാര്യം പറഞ്ഞു. പക്ഷെ അവരാരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇവിടെ പ്രേതവുമില്ല, അമാനുഷികതയുമില്ല, നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാമോ എന്ന് പറഞ്ഞ് അവരെ ആ വീട്ടിൽ നിന്നും ആട്ടിയിറക്കി. ഇപ്പൊ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അടുത്തൊരു സമയത്തിനായി കാത്തിരുന്നു. അങ്ങനെ അവരുടെ സമയവും എത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ വീട് മറ്റൊരാൾ വാങ്ങി. അയാളുടെ പേര് ലെസ്മിത്ത്. അങ്ങനെ വാങ്ങിയ അയാൾ ഈ വീടിനെ കുറിച്ചുള്ള പല കാര്യങ്ങൾ കേട്ടു. അതും ഈ വീടിന്റെ ബേസ്മെന്റിലാണ് ഡീമൺ ഉള്ളതെന്ന വാർത്തയും കേട്ടു. അതിനാൽ ആ വീട് വാങ്ങിയ ഉടനെ ബേസ്മെന്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുവരെയും പുറത്തു വരാത്ത പല സത്യങ്ങൾ അയാൾ കണ്ടെത്തി. ആ നിലവറയുടെ തറയിൽ എന്തോ വരഞ്ഞതുപോലുള്ള ഒരു പെന്റഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് ഒരു വലിയ കറുത്ത ഒരു ഭരണിയും കറുത്ത വസ്ത്രവും ഉണ്ടായിരുന്നു. ഭയന്ന അയാൾ ഇക്കാര്യം പുറത്തറിയിക്കുന്നു. ഇത് കേട്ടപ്പോഴായിരുന്നു അയൽവാസികൾ അയാളോട് മറ്റൊരു കാര്യം പറഞ്ഞത്. ഇതിനു മുൻപ് ഈ വീട്ടിലുണ്ടായിരുന്നവർ പറഞ്ഞത് ഈ വീട്ടിൽ അമാനുഷികതയുമില്ല, ഒന്നും ഇല്ല എന്ന് പറഞ്ഞാണ് ഈ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ പുറത്തേക്ക് അയച്ചത്. എന്നാൽ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം അവരെ കാണാൻ ഒരു സാധാരണ മനുഷ്യരെ പോലെ തോന്നിയില്ല. അവർ സാത്താനെ ആരാധിക്കുന്നവരെ പോലെയാണ് തോന്നിയത്. ആ കുടുംബത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ കാണാൻ തന്നെ ഭയാനകമായി തോന്നും. ഒരുപക്ഷെ അവർ തന്നെയായിരിക്കും ബേസ്മെന്റിൽ ചെന്ന് ഒരുപാട് ചടങ്ങുകൾ ചെയ്തിരിക്കുക. ഇങ്ങനെയുള്ള ആചാരങ്ങളും ചടങ്ങുകളും ചെയ്ത് ആ വീടിനുള്ളിലെ ഡീമനെ ഇവർ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ആ ഡീമൻ ഇവരെ ഒന്നും ചെയ്യാതിരുന്നത്. അത്തരം ആചാരങ്ങൾ ചെയ്യാൻ അവർ ഉപയോഗിച്ച വസ്തുക്കളായിരിക്കും നിങ്ങൾ കണ്ടത് എന്ന് അയൽവാസികൾ പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. അവരും ഈ വീട്ടിൽ താമസിക്കാതെ ഓടിപ്പോയി. ഒരു പക്ഷെ ആ ആചാരങ്ങളൊന്നും ആ ഡീമന് തികയാതെ വന്നിരിക്കാം. അങ്ങനെ ഡീമൻ അവരെയും ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അങ്ങനെ അവർ ഓടിപ്പോയിട്ടുണ്ടാകാമെന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞു. ഇപ്പോ ആ ഓടിപ്പോയവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്ന് ചിന്തിച്ച് അവരെ തിരയാൻ തുടങ്ങി. പക്ഷെ എവിടെ തിരിഞ്ഞിട്ടും അവരെ കണ്ടെത്താനായില്ല. ഇപ്പോഴും സാലി എന്ന ഡീമൺ ആ വീടിന്റെ ബേസ്മെന്റിലാണ് ഉള്ളതെന്ന് പലരും വിശ്വസിക്കുന്നു. എന്തിന്? ഇന്നും ആ വീട് തുറന്നാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ രാവിലെ 9 വൈകുന്നേരം 5 ഇടയിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഇന്നുവരെയും ആ വീടിന്റെ ബേസ്മെന്റിൽ പണ്ട് ആചാരങ്ങൾ നടത്തിയതിന്റെ കറുത്ത പാടുകൾ അങ്ങനെ ഉള്ളതായി പറയുന്നു. 1905 സാലി എന്നൊരു പെൺകുട്ടി അവിടെ ജീവിച്ചിരുന്നുവെന്നും അവരാണ് മരിച്ച് ഡീമനായി മാറി അവിടെ ഭയപ്പെടുത്തുന്നതെന്ന പല കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും ഈ സാലി എന്ന പെൺകുട്ടി എങ്ങനെ മരിച്ചു, എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു അമാനുഷിക ശക്തിയായി മാറി എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്, ഇതിനുള്ള കാരണങ്ങൾ ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു ഡീമനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.